ശിവാനന്ദ ലഹരിയിലെ 11ാമത്തെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഇകാരാന്ത സ്ത്രീലിംഗ മതി ശബ്ദത്തിൻ്റെ സുബന്ധരൂപങ്ങളും ഈകാരാന്ത സ്ത്രീലിംഗ നദീ ശബ്ദത്തിൻ്റെ സുബന്ധരൂപങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. വന്ദന ശ്ലോകത്തോടെ തുടങ്ങാം. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. മലയാള ഭാഷാ വിഭക്തി പ്രത്യയങ്ങളുടെ കാരികയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 4ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. സുബന്ധരൂപങ്ങൾ നോക്കാം. കഴിഞ്ഞ 2-3 വീഡിയോകളിലായി നമ്മൾ സുബന്ധം എന്താണ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ വീഡിയോയിൽ നമ്മൾ ഇകാരാന്ത സ്ത്രീലിംഗ മതി ശബ്ദത്തിൻ്റെ സുബന്ധരൂപങ്ങളും ഈകാരാന്ത സ്ത്രീലിംഗ നദീ ശബ്ദത്തിൻ്റെ സുബന്ധരൂപങ്ങളുമാണ് പഠിക്കുവാൻ പോകുന്നത്. മതി ശബ്ദത്തിൻ്റെ സുബന്ധരൂപങ്ങൾ വായിക്കാം. മതിഹി മതീ മതയഃ മതീം മതീ മതീഹി ദീർഘമുണ്ട്. മതീഹി മത്യ മതീഭ്യാം മതീഭിഹി. ചതുർത്ഥിക്ക് 2 രൂപങ്ങളുണ്ട്. മതയെ അല്ലെങ്കിൽ മത്യൈ എന്ന് പറയാം. മതീഭ്യാം മതീഭ്യഃ. പഞ്ചമിയാണെങ്കിൽ മതേഹേ മത്യാഹ മതീഭ്യാം മതീഭ്യഃ. ഷഷ്ടി മതേഹേ മത്യാഹ മത്യോഹോ മതീന ദീർഘമുണ്ട്. സപ്തമി മത്യാം മതൗ മത്യോഹോ മതിഷു. സംബോധന ഹേ മതേ ഹേ മതീ ഹേ മതയഃ. ഇനി ഇതേപോലൊക്കെ ഇകാരാന്ത സ്ത്രീലിംഗ വേറെ ശബ്ദങ്ങളുണ്ട്. പ്രീതി ബുദ്ധി ഇതിനെല്ലാം ഇതേ രൂപങ്ങൾ തന്നെയാവും ഉണ്ടാവുക. ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. മലയാള ഭാഷാ വിഭക്തി പ്രത്യയങ്ങളുടെ കാരിക ഹൃദിസ്ഥമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇത് കണ്ടാൽ ഉടനെ തന്നെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മതിഹി മലയാളത്തിൽ നമ്മൾ മതി എന്ന് തന്നെയാണ് പറയുക. പ്രഥമയാണല്ലോ. മതീം ദ്വിതീയ. അതിൻ്റെ അർത്ഥം എന്താണ്? മതിയെ മതിയോട്. ഇനി മത്യ തൃതീയ. മതിയാൽ മതിയിലൂടെ മതി കൊണ്ട്. ഇനി മതയെ അല്ലെങ്കിൽ മത്യൈ എന്ന് പറഞ്ഞാൽ മതിക്കു വേണ്ടി മതിക്കായിക്കൊണ്ട്. മതേഹേ അല്ലെങ്കിൽ മത്യാഹ പഞ്ചമിയാണെങ്കിൽ മതിയിൽ നിന്നും മതിയേക്കാൾ അല്ലെങ്കിൽ മതി കാരണം അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥമാണ്. അത് ഷഷ്ടി മതേഹേ അല്ലെങ്കിൽ മത്യാഹ എന്ന് പറഞ്ഞാൽ മതിയുടെ. സപ്തമി മത്യാം മതൗ അത് മതിയിൽ. ഇനി അതേപോലൊക്കെ ഈകാരാന്ത സ്ത്രീലിംഗ നദീ ശബ്ദമാണെങ്കിൽ നദീ നദ്യൗ നദ്യഃ നദീം നദ്യൗ നദീഹി നദ്യ നദീഭ്യാം നദീഭിഹി നദ്യൈ നദീഭ്യാം നദീഭ്യഃ നദ്യാഃ നദീഭ്യാം നദീഭ്യഃ നദ്യാഃ നദ്യോഃ നദീനാം നദ്യാം നദ്യോഃ നദീഷു. ഹേ നദി. ഇവിടെ ദീർഘമില്ല കേട്ടോ. ഹേ നദി ഹേ നദ്യൗ ഹേ നദ്യഃ. സതി ദേവി ഇതിനെല്ലാം ഇതേ സുബന്ധരൂപങ്ങൾ തന്നെയാവും ഉണ്ടാവുക. ശ്ലോകത്തിലേക്ക് കടക്കാം. വട്ടുർവാഗേഹി വായതിരപി ജട്ടി വാ തദിതരോ നരോ വായഃ കശ്ചിദ് ഭവതു ഭവകിന്തേന ഭവതി യദീയം ഹൃത്പദ്മൈ യദി ഭവദധീനം പശുപതേ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. പദച്ഛേദഃ. വട്ടുഃ വാ ഗേഹി വാ യതിഃ അപി ജട്ടി വാ തത് ഇതരഃ നരഃ വാ യഃ കശ്ചിത് ഭവതു ഭവ കിം തേന ഭവതി യദീയം ഹൃത് പദ്മം യദി ഭവത് അധീനം പശുപതേ തദീയഃ ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. വാക്യവിശ്ലേഷണം. ക്രിയാപദങ്ങൾ നോക്കാം. ഭവതു ഭവതി ഭവസി വഹസി
ഈ ക്രിയാപദങ്ങളെല്ലാം നോക്കൂ, ഇതെല്ലാം ശബ്ദാലങ്കാരമാണ്. നമ്മൾ ശ്ലോകം വായിക്കുമ്പോൾ ഇതിനെല്ലാം ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും നമ്മൾ ആ ശ്ലോകത്തിൽ. സംബോധന, ഭവ, പശുപതേ, ശംഭോ. സുബന്ധരൂപങ്ങൾ: വട്ടുഹു, ഉകാരാന്ത പുല്ലിംഗ വട്ടു ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. ഇത് നമ്മൾ പഠിച്ചു. ഗുരു ശബ്ദത്തിന് എന്ത് രൂപങ്ങളാണോ ഉള്ളത് അതേ സുബന്ധ രൂപങ്ങൾ തന്നെയാവും വട്ടു ശബ്ദത്തിനും ഉണ്ടാവുക. ഗേഹി, നകാരാന്ത പുല്ലിംഗ ഗേഹിൻ പ്രഥമ ഏകവചനം. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. യതിഹി, ഇകാരാന്ത പുല്ലിംഗ യതി പ്രഥമ ഏകവചനം. ഇത് നമ്മൾ പഠിച്ചു. കവി ശബ്ദത്തിന് എന്ത് സുബന്ധ രൂപങ്ങളാണോ ഉള്ളത് അതുതന്നെയായിരിക്കും യതി ശബ്ദത്തിനും ഉണ്ടാവുക. അടുത്തത് ജഡി, നകാരാന്ത പുല്ലിംഗ ജഡിൻ പ്രഥമ ഏകവചനം. നമ്മൾ പഠിച്ചിട്ടില്ല. തദിതരഹ, അകാരാന്ത ത്രിലിംഗ സമസ്ത പദമാണ്. തര പ്രഥമ ഏകവചനം. ഇത് ബാല ശബ്ദം, അകാരാന്ത പുല്ലിംഗ ബാല ശബ്ദത്തിന് എന്ത് രൂപമാണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഇതിനും ഉണ്ടാവുക. നരഹ, അതും അകാരാന്ത പുല്ലിംഗ പ്രഥമ ഏകവചനം. യഹ, ദകാരാന്ത സർവനാമ യത് ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. അത് നമ്മൾ പഠിച്ചിട്ടില്ല. തേന, ദകാരാന്ത സർവനാമ തത് ശബ്ദത്തിൻ്റെ തൃതീയ ഏകവചനം. നമ്മളത് പഠിച്ചിട്ടില്ല. യദീയം, അത് അകാരാന്ത ത്രിലിംഗ യദീയ പ്രഥമ ഏകവചനം. ഇതൊരു വിശേഷണമാണ്, അതുകൊണ്ട് തന്നെ 3 ലിംഗത്തിലും ഉപയോഗിക്കുവാൻ സാധിക്കും. ഹൃത് പദ്മം, അകാരാന്ത നപുംസകലിംഗ പദ്മ പ്രഥമ ഏകവചനം. ഭവതധീനം, അകാരാന്ത നപുംസകലിംഗ അധീന പ്രഥമ ഏകവചനം. അത് രണ്ടും സമസ്ത പദങ്ങളാണ്. തദീയഃ, അകാരാന്ത ത്രിലിംഗ തദീയ പ്രഥമ ഏകവചനം. അതും ഒരു വിശേഷണമാണ്, അതുകൊണ്ട് തന്നെ 3 ലിംഗത്തിലും നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ത്വം, ദകാരാന്ത സർവനാമ യുഷ്മത് ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കും. ഭവഭാരം, അകാരാന്ത പുല്ലിംഗ ഭാര ദ്വിതീയ ഏകവചനം. ഇതും സമസ്തപദമാണ്. അവ്യയങ്ങൾ നോക്കാം. വാ, വാ, അപി, വാ, വാ, കിം, യതി, ച, കശ്ചിത്. ആകാംക്ഷാക്രമത്തിലൂടെ നമ്മൾക്ക് ഈ ശ്ലോകത്തിന് ഒരു ഗദ്യരൂപത്തിലാക്കാം. അതിനെയാണ് അന്വയരചന എന്ന് പറയുന്നത്. ഹേ ഭവ, അല്ലയോ ഭവനെ, ശിവനെ, അത് സംബോധനയാണ്. ആദ്യത്തെ ക്രിയാപദം എടുക്കാം. ഭവതു, ആകട്ടെ. ഇനി താഴെ കാണുന്ന പദങ്ങളെല്ലാം തന്നെ പ്രഥമ വിഭക്തിയിലാണ്. അതുകൊണ്ട് തന്നെ ആര് ആകട്ടെ എന്ന് നമ്മൾ ചോദിക്കുന്നു. വട്ടുഹുവ, വട്ടുഹു എന്ന് വെച്ചാൽ ബ്രഹ്മചാരി, ബ്രഹ്മചാരിയോ. ഗേഹീവ, ഗൃഹസ്ഥനോ. യതിഹി അപി, സന്യാസിയോ. ജഡീവ, ജഡാധാരിയോ. തദിതരഹ, അതൊന്നുമല്ലാതെ. യഹ കശ്ചിത് നരഹവ, ഏതെങ്കിലും ഒരു മനുഷ്യനോ. അടുത്ത ക്രിയാപദം ഭവതി. തേന കിം ഭവതി, അതുകൊണ്ട് എന്ത് ആകാനാണ്. കിം എന്ന അവയമാണ്. തേന തൃതീയ വിഭക്തിയിലാണ്, അതുകൊണ്ടാണ് അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ. തൃതീയ എൻ്റെ അർത്ഥം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് എന്ത് ആകാനാണ്. അപ്പം ശങ്കരാചാര്യർ ചോദിക്കുകയാണ്, ഒരു വ്യക്തി ബ്രഹ്മചാരിയാകട്ടെ, ഗൃഹസ്ഥനാകട്ടെ, സന്യാസിയാകട്ടെ, ജഡാധാരിയാകട്ടെ, ഇനി അതൊന്നുമല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനാകട്ടെ, അതുകൊണ്ട് എന്ത് ആകാനാണ്. അടുത്ത ക്രിയാപദം ഭവസി, ആകുന്നു. ഇത് മധ്യമപുരുഷ ഏകവചന ക്രിയാപദമാണ്. മധ്യമപുരുഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ അങ്ങ് ആകുന്നു. ആരുടെ ആകുന്നു? തദീയഃ, അവൻ്റെ. ആര് ആകുന്നു? ത്വം, അങ്ങ്, ഭഗവാൻ. എങ്ങനെയുള്ള തദീയഃ? ഇനി ആ വ്യക്തിയെപ്പറ്റി പറയുകയാണ്. യദീയം ഹൃത് പദ്മം ഭവതധീനം യതി, ആരുടെ ഹൃദയ കമലമാണോ നിൻ തിരുവടിക്കധീനമായിരിക്കുന്നത് അങ്ങ് അവൻ്റെ ആകുന്നു. അപ്പോൾ ശങ്കരാചാര്യർ പറയുകയാണ്, ഏതൊരു വ്യക്തിയാണോ തൻ്റെ ഹൃദയമാകുന്ന കമലം ഭഗവാന് അധീനമായിരിക്കുന്നത്, ഭഗവാൻ അവൻ്റെ ആകുന്നു. അപ്പോൾ അവൻ്റെ രൂപം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ബ്രഹ്മചാരി ആയിക്കൊള്ളട്ടെ, ഗൃഹസ്ഥനായിക്കൊള്ളട്ടെ, ജഡാധാരി ആയിക്കൊള്ളട്ടെ, ഇനി അതൊന്നും അല്ലെങ്കിലോ സാധാരണ മനുഷ്യനായിക്കൊള്ളട്ടെ, അവൻ്റെ ഹൃദയമാകുന്ന കമലം ഭഗവാനിൽ അധീനമാണെങ്കിൽ ഭഗവാൻ അവൻ്റെ ആകുന്നു. അടുത്ത
ക്രിയാപദം വഹസി ച. അതിനു മുമ്പ് ഒരു സംബോധനയുണ്ട്, ശംഭോ അല്ലയോ ശംഭോ. വഹസി ച, അങ്ങ് വഹിക്കുകയും ചെയ്യുന്നു. ഏതിനെ വഹിക്കുന്നു? ഭവഭാരം, അവൻ്റെ സംസാരഭാരത്തിനെയും അങ്ങ് വഹിക്കുന്നു. സംസാരഭാരം എന്ന് വെച്ചാൽ ജീവിതഭാരം, ജീവിതത്തിലെ ദുഃഖഭാരത്തിനെയും അങ്ങ് വഹിക്കുകയും ചെയ്യുന്നു. അടുത്തത് അന്വയരചന. ശ്ലോകത്തിൽ 4 ക്രിയാപദങ്ങൾ ഉണ്ടാകും. നമ്മൾക്ക് 4 വാചകങ്ങളും ലഭിക്കും. നോക്കാം. ഹേ ഭവ, വടുഹു വാ ഗേഹി വാ യതിഹി അപി ജഡീ വാ തദിതരഃ യഃ കശ്ചിത് നരഃ വാ ഭവതു തേന കിം ഭവതി. യദീയം ഹൃത് പദ്മം ഭവദധീനം യദി ത്വം തദീയഃ ഭവസി. ഹേ ശംഭോ, തദീയം ഭവഭാരം ച വഹസി. ശ്ലോകത്തിൻ്റെ അർത്ഥം, അല്ലയോ മഹാദേവ, ഒരുവൻ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ സന്യാസിയോ ജടാധാരിയോ അതൊന്നുമല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനോ ആകട്ടെ, അതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ്? ആരുടെ ഹൃദയകമലമാണോ നിൻ തിരുവടിക്ക് അധീനമായിരിക്കുന്നത്, അങ്ങ് അവൻ്റെയാണ്. അല്ലയോ ശംഭോ, അവൻ്റെ ജീവിതഭാരത്തെ കൂടി അങ്ങ് വഹിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലും പറയുന്നത്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇതിൻ്റെ അർത്ഥം, ഒരു നിഷ്കാമ ഭക്തൻ്റെ യോഗക്ഷേമം ഭഗവാന്റെ ചുമതലയാണ്. മംഗളശ്ലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹി. ഓം ശാന്തി ശാന്തി ശാന്തി. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവാനന്ദലഹരിയിലെ 12ാമത്തെ ശ്ലോകമായി വരുന്നത് വരേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.